രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ആ ഒരു വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത് എന്നുള്ളതാണ്. ലൈംഗിക ആരോപണം നേരിട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഒരു ബസ് KSRTCയുടെ പരിപാടിയിലേക്ക് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പാലക്കാട് KSRTC ബസിന്റെ സർവീസാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ബാംഗ്ലൂർ KSRTCയുടെ AC ബസ് സർവീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുലിന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കൂടിയാണ് ഇത്. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് എത്തുന്നു, അത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ പാലക്കാട് എത്തിയാൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. പക്ഷേ ആരും ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തിയില്ല, ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? സ്വാതി, ആ കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. നാളെ ഈ വിഷയത്തിൽ DYFIയുടെയും അതുപോലെ തന്നെ SFIയുടെയും CPMന്റെയും BJPയുടെയും ഒക്കെ പ്രതികരണങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു KSRTC ബസ് സ്റ്റാൻഡിലാണ് പരിപാടി നടക്കുന്നത്. അവിടെ വിവിധ സംഘടനകളുണ്ട്. അവിടെ ഒരു രഹസ്യമായ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് അവിടെ ആ പരിപാടി നടന്നത്, രാത്രി 9 മണിക്ക് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റാളുകളോട് സംസാരിക്കാൻ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെയുണ്ട്. നാളെ ഏതാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ആ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ രാഹുലിന്റെ കൂടെ നിൽക്കുന്നവർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. MLAയുടെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോകളും എല്ലാം വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതാണെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഈ സംഘടനകളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് രാഹുലിന്റെ ഒപ്പം നിൽക്കുന്നവർ ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുലിന്റെ ഒപ്പം നിൽക്കുന്നവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതിനോടകം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അത്രയും വളരെ വേഗത്തിൽ തന്നെ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് രാഹുലിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ കൃത്യമായി അവിടുത്തെ മറ്റ് സംഘടനകളിലുള്ള CITU BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയാതെ പോയത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവർ പറയാതിരുന്നതാണോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ട്. എന്താണ് അവിടെ പ്രതിഷേധം ഉണ്ടാകാത്ത സാഹചര്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വ്യക്തത. അതിലൊരു കാര്യം ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ രാത്രിയിൽ ഈ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടത്തിയെന്ന് പറയുമ്പോൾ ഇത് രാത്രിയിൽ പുറപ്പെടേണ്ട ബസ് ആയിരുന്നു. അതുകൊണ്ടാണോ ഈ ബസ്സിനെ ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൂടിയും, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ പ്രത്യേകമായി ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇത്തരത്തിലൊരു ഫ്ലാഗ് ഓഫ് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറിയിപ്പുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അറിയിപ്പുണ്ടാകും, വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ പോസ്റ്ററുകൾ വരും. സ്വാഭാവികമായും ജനങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത്തരത്തിലുള്ള റൂട്ട് തുടങ്ങുമ്പോൾ ജനങ്ങളാണല്ലോ ഇതിൽ പ്രധാനമായും അറിയേണ്ടത്. ആ ബസ്സിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് ഉദ്ഘാടനത്തിന്റെ വിവരങ്ങൾ. എന്തായാലും അത് തന്നെയാണ്, ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു തുടക്കമാകും എന്നുള്ളതാണ്. നാളെ ഇതിന്റെ മറ്റു പ്രതികരണങ്ങൾ കൂടി വരും എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യം ഒന്നുകൂടി കാണാം. സൗകര്യമില്ലേ?